അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് CPM-ന് ഗുണമാകാൻ പോകുന്നത് ഹിന്ദുക്കളും മുനമ്പം വിഷയവുമായിരിക്കും. കേട്ടിട്ട് ആരും കണ്ണു തള്ളണ്ട. BJP-യെയും കോൺഗ്രസിനെയും നിരാശരാക്കി മൂന്നാമതും പിണറായി സർക്കാർ തന്നെ അധികാരത്തിൽ വരും. പിണറായി സർക്കാർ അല്ല എങ്കിലും ഇടതു സർക്കാർ തന്നെ അധികാരത്തിൽ വരും. ഇത് ഞാൻ പറഞ്ഞതല്ല, പ്രശസ്ത രാഷ്ട്രീയ നിരീക്ഷകനായ ജിതിൻ കെ ജേക്കബ് തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചതാണ്. വായിച്ചു നോക്കുമ്പോൾ ഇതൊക്കെ ശരിയാണെന്ന് ഏതൊരു കോൺഗ്രസുകാരനും BJP-കാരനും തോന്നുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് കാത്തിരിക്കൂ. അടുത്ത കസേര അവർക്ക് കൊടുക്കാതെ എന്തെങ്കിലും മാറ്റമുണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ അത് ഇപ്പോഴേ ചെയ്യുക. ഏതായാലും ജിതിൻ കെ ജേക്കബിന്റെ പോസ്റ്റ് വായിക്കാം. മൂന്നാം പിണറായി സർക്കാരിന് കളമൊരുങ്ങുന്നുവോ? ചിരിക്കേണ്ടവർക്ക് ചിരിക്കാം, പരിഹസിക്കേണ്ടവർക്ക് അങ്ങനെയുമാകാം. പക്ഷെ ഞാൻ പറയും, 2026-ലെ കേരള സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയസാധ്യത കൂടുതലുള്ളത് ഇപ്പോഴും ഇടതുപക്ഷത്തിന് തന്നെയാണ്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളിൽ ഭരണവിരുദ്ധ വികാരം ഒക്കെ ഇപ്പോൾ പഴങ്കഥയാണ്. ഭരിക്കുന്ന സർക്കാരുകൾ ഭരണത്തിന്റെ വിശാല സാധ്യതകൾ എല്ലാം ഉപയോഗിച്ചാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതിന് ചെറുക്കാൻ പ്രതിപക്ഷ പാർട്ടികൾക്ക് കഴിയാതെ വരുന്നു. ഫ്രീബീസ് എന്ന തന്ത്രം ആദ്യം പയറ്റിയത് ആം ആദ്മി പാർട്ടിയായിരുന്നുവെങ്കിൽ പിന്നീട് അത് ഉപയോഗിച്ചത് കോൺഗ്രസ് ആയിരുന്നു. എന്തു കൊടുത്തിട്ടാണെങ്കിലും ശരി, എങ്ങനെയും അധികാരം പിടിക്കുക എന്ന ലക്ഷ്യം മാത്രമായി. അങ്ങനെയാണ് കർണാടകയും തെലങ്കാനയും കോൺഗ്രസിനൊപ്പം നിന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് ഇത് സഹായകരമായി. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായാൽ സ്ത്രീകൾക്ക് 1 ലക്ഷം രൂപ അക്കൗണ്ടിൽ ഇട്ടുതരും എന്ന പ്രചാരണം കേട്ട് ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ വെളുപ്പിന് 3 മണി മുതലാണ് കർണാടകയിലും ഉത്തർപ്രദേശിലും ഒക്കെ സ്ത്രീകൾ ക്യൂ നിന്നത്. ഫ്രീബീസ് സംസ്കാരം ഇന്ത്യയുടെ സമ്പദ്ഘടനയെ നശിപ്പിക്കും എന്നൊക്കെ അന്ന് വരെ പ്രസംഗിച്ച BJP-ക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം കൂടി പ്രതീക്ഷിച്ചതുപോലെ ആകാതിരുന്നപ്പോൾ അപകടം മണത്തു. വലിയ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് എല്ലാവരും കരുതിയ ഹരിയാനയിൽ BJP വിജയിച്ചതിന്റെ ഒരു കാരണം ലഡോ ലക്ഷ്മി യോജന എന്ന 2100 രൂപ മാസം നൽകുന്ന പദ്ധതിയാണ്. RSSന്റെ സംഘടനാ പ്രവർത്തനം കൂടി ആയപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ച് BJP ഹരിയാന കീഴടക്കി. മഹാരാഷ്ട്രയിലാകട്ടെ ലഡ്കി ബഹിൻ പദ്ധതിയാണ് BJP-ക്ക് കരുത്തായത്. വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയിൽ കുറവുള്ള കുടുംബത്തിലെ 21 മുതൽ 65 വയസ്സിനിടയിലുള്ള വനിതകൾക്ക് മാസം 1500 രൂപ നൽകുന്ന പദ്ധതിയാണിത്. ഓർക്കുക, ഈ പദ്ധതി പ്രഖ്യാപിച്ചതിനു ശേഷം മഹാരാഷ്ട്രയിൽ ഏകദേശം 49 ലക്ഷം പുതിയ ബാങ്ക് അക്കൗണ്ടുകളാണ് പോസ്റ്റ് ഓഫീസ് ബാങ്ക് വഴി മാത്രം തുറന്നത്. മഹാരാഷ്ട്രയിൽ ആകെയുള്ള വനിതാ വോട്ടർമാർ 4.6 കോടിയാണെങ്കിൽ ഇതിൽ പകുതിയിലധികം പേർക്ക് ഈ പദ്ധതി പ്രകാരമുള്ള പണം ലഭിക്കുന്നുണ്ട്. ചില മതമൗലിക സംഘടനകൾ വോട്ട് ജിഹാദ് എന്ന രീതിയിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്ന് മഹാരാഷ്ട്രയിൽ ആഹ്വാനം നടത്തിയതോടെ ഏക് ഹേ തോ സേഫ് ഹേ, ബഡോങ്കെ തോ കഡോങ്കെ എന്ന് പറഞ്ഞ് BJP രംഗത്തിറങ്ങി. സംഭവിച്ചത് അന്ന് വരെ വോട്ട് ചെയ്യാതിരുന്നവർ വരെ വോട്ട് ചെയ്തു. ബാക്കിയെല്ലാം ചരിത്രം. ഇനി കേരളത്തിലേക്ക് വന്നാൽ കോൺഗ്രസ് എന്നും അധികാരത്തിൽ വന്നിട്ടുള്ളത് CPM വിരുദ്ധ വോട്ടുകൾ കൊണ്ടാണ്, അല്ലാതെ കോൺഗ്രസ് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചിട്ടില്ല. CPM-ന് ഇപ്പോഴും അതിശക്തമായ അടിത്തറയുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ അല്ല നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാവുക. 2019-ൽ ശബരിമല വിഷയമായിരുന്നുവെങ്കിൽ 2024-ലെ CPM-ന്റെ വൻ പരാജയത്തിന് കാരണം CPM-ലെ ഹിന്ദു സഖാക്കളാണ്. ഒരു വിഭാഗത്തെ പ്രീണിപ്പിക്കാൻ നോക്കിയതിന് കൊടുത്ത പണി. പക്ഷേ ഇത് കണ്ട് കോൺഗ്രസും BJP-യും ആഹ്ലാദിക്കേണ്ട. പഴയ പ്രീണനം അടുത്ത തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും ഇനി ഉണ്ടാകില്ല. ജമാഅത്തെ ഇസ്ലാമിയെ ഒക്കെ ഭീകര സംഘടന എന്ന രീതിയിൽ CPM പറയുന്നു എന്നത് ശ്രദ്ധിക്കണം. ഇപ്പോഴും CPM തന്നെയാണ് കേരളത്തിലെ ഹിന്ദു പാർട്ടി. പാർട്ടിയുടെ ഉറച്ച വോട്ടുകൾ CPM-ലേക്ക് തന്നെ തിരിച്ചു വരും. അതിനുള്ള പദ്ധതികൾ അവർ ചെയ്യുന്നുമുണ്ട്. BJP-യെ സംബന്ധിച്ച് കോൺഗ്രസ് കേരളത്തിൽ അധികാരത്തിൽ വരുന്നതായിരുന്നു നല്ലത്. പക്ഷെ അങ്ങനെ സംഭവിക്കാൻ സാധ്യത കുറവാണ്. BJP-ക്ക് ലോക്സഭയിൽ കിട്ടിയ 20% വോട്ട് വിഹിതം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP-യുടെ അടിസ്ഥാന വോട്ട് വിഹിതമായ 16%-ലേക്ക് താഴാനാണ് സാധ്യത. BJP-ക്ക് വോട്ട് ചെയ്ത ക്രിസ്ത്യൻ വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക് പോകും. പാലക്കാട് കോൺഗ്രസ് ജയിച്ചത് SDPI എന്ന ഭീകര സംഘടനയുടെ പിന്തുണയോടെയാണ് എന്ന അവകാശവാദവും മുനമ്പം വിഷയവും ഗുണം ചെയ്യുക CPM-ന് തന്നെയായിരിക്കും. യാക്കോബായ ഓർത്തഡോക്സ് സഭാ തർക്കമൊക്കെ രമ്യതയിൽ എത്തിക്കാൻ CPM വലിയ ശ്രമങ്ങൾ നടത്തുന്നുമുണ്ട്. കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും SDP-യും ഒക്കെയാണ് എന്നത് പരസ്യമായ രഹസ്യമാണ്. അത് സ്ഥാപിച്ചെടുക്കാൻ CPM-ന് ഭരണത്തിന്റെയും പാർട്ടി സംഘടനയുടെ കരുത്തും കൊണ്ടും എളുപ്പം സാധിക്കും. മുസ്ലിം ലീഗ് നിയന്ത്രിക്കുന്ന കോൺഗ്രസിനേക്കാൾ നല്ലത് CPM കേരളം ഭരിക്കുന്നതാണ് നല്ലത് എന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മുതൽ ക്രിസ്ത്യൻ സമൂഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. BJP കേരളത്തിൽ സംഘടനാപരമായി ദുർബലമാണ് എന്നതും ക്രിസ്ത്യൻ വോട്ടുകൾ BJP-യിലേക്ക് പോകുന്നതിന് തടസ്സമാണ്. അവിടെയും നേട്ടം കൊയ്യാൻ പോകുന്നത് CPM തന്നെയായിരിക്കും. പണ്ട് CPM ഭരണത്തിൽ എപ്പോഴും രാഷ്ട്രീയ കൊലപാതകങ്ങളും അക്രമങ്ങളും ഹർത്താലും ഒക്കെ ആയിരുന്നു എങ്കിൽ ഇന്നിപ്പോൾ അതിന്റെ 10-ൽ 1 പോലും ആക്രമണങ്ങൾ ഇല്ല എന്നതും CPM-ന് ഗുണകരമാണ്.
കേരളത്തിലെ ദേശീയപാതാ വികസനം അടുത്ത വർഷം അവസാനത്തോടെ പൂർത്തിയാകും. അതിന്റെ ഗുണം ലഭിക്കാൻ പോകുന്നതും CPM-നാണ്. ഇനിയിപ്പോൾ CPM ചെയ്യാൻ പോകുന്നത് ആരെ പിഴിഞ്ഞിട്ടാണെങ്കിലും ക്ഷേമ പെൻഷൻ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കും. അതുകൂടാതെ കിറ്റ്, ക്ഷേമ പെൻഷൻ വർധനവ് തുടങ്ങിയ സൗജന്യ പദ്ധതികൾ പ്രഖ്യാപിക്കും. സ്ത്രീ വോട്ടുകൾ ഉറപ്പിക്കാൻ സ്ത്രീകൾക്ക് പ്രതിമാസം നിശ്ചിത തുക നൽകുന്ന പദ്ധതിയും പ്രഖ്യാപിച്ചേക്കും. മലയാളികൾക്ക് വലിയ മറവിയുള്ള കൂട്ടരാണ്. പണ്ട് എങ്ങനെയായിരുന്നെന്നൊന്നും അവർ നോക്കില്ല. ഫ്രീബീസ് കൂടി കൊഴിപ്പിച്ചാൽ പിന്നെ CPM-ന് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. കേരളത്തിന് പുറത്ത് RSS എങ്ങനെയാണോ BJP-യുടെ വിജയത്തിൽ നിർണായക ഘടകമാകുന്നത്, അതേ സംഘടനാ ശക്തിയാണ് CPM-ന് കേരളത്തിലുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം കണ്ട് CPM-നെ എഴുതിത്തള്ളുന്നവർ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ നിരാശരാകുകയേ ഉള്ളൂ എന്ന് പറഞ്ഞാണ് അദ്ദേഹം പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് അമിത ആത്മവിശ്വാസവുമായി കോൺഗ്രസും BJP-യും ഇരിക്കേണ്ട, ഇപ്പോഴേ പണി തുടങ്ങിക്കോളൂ എന്നാണ്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.